ബിരിയാണി കഴിക്കാനാണെങ്കിൽ ഒരു കൊതി, പക്ഷെ ഉണ്ടാക്കാനാണെങ്കിലോ അതിലേറെ മടിയും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കിട്ടിയാലോ? അപ്പം നിങ്ങൾ എന്താ റെഡിയല്ലേ? ഞാനിവിടെ ഒരു 650 ഗ്രാം ചിക്കനും 1 കപ്പ് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഒരു സ്പൈസ് മിക്സ് ഉണ്ടാക്കാം. 1/2 ടീസ്പൂൺ ജീരകം, 3 ഏലക്ക, 3 ഗ്രാമ്പു ഒന്ന് ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 6 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചതിന് ശേഷം ഒരു 1/4 സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചിക്കനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഈ ചിക്കനും ഒരു 2 കപ്പ് പച്ചവെള്ളവും ഒരു മാഗി ക്യൂബിന്റെ പകുതിയും ചേർക്കണം. ഹെൽത്ത് നോക്കുന്നവർ ഈ മാഗി ക്യൂബ് ഇടണ്ട. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം പിന്നെ ചേർക്കാൻ. ഇത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കും. അതിനുശേഷം ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് 2 ഗ്രാമ്പു 2 ഏലക്ക ഇട്ട് ചൂടാക്കിയിട്ട് ചെറുതായി എറിഞ്ഞ ഒരു സവാളയും ഒരു തക്കാളി പേസ്റ്റും ചേർത്ത് വഴറ്റിയിട്ട് ക്യാപ്സിക്കം ഒരു 1/4 ഭാഗവും ചേർത്ത് വഴറ്റി മാറ്റി. ഈ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ട് പീസ് മാത്രം കോരി മാറ്റുക. വെള്ളം എത്രയുണ്ടെന്ന് അളവ് നോക്കുക. ഇവിടെ എനിക്ക് 2 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ വഴറ്റി വെച്ച മിക്സും 2 കപ്പ് വെള്ളവും കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് ബസ്മതി റൈസും ചേർത്ത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കണം. 1 കപ്പ് അരിക്ക് ഡബിൾ വെള്ളമാണ് അളവ്. വെള്ളം പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചൂടുവെള്ളം ചേർക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ വെന്ത ചിക്കൻ കുറച്ച് കുരുമുളക് പൊടിയും സ്പൈസ് മിക്സും ചേർത്ത് സോട്ട് ചെയ്ത് മാറ്റണം. നമ്മുടെ അരി ഒരു 10 മിനിറ്റ് കൊണ്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അരി വേവിച്ചപ്പോൾ ഒരു 1/4 സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മല്ലിയില ആവശ്യത്തിന് ചേർത്ത് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അതിനെ ഒന്ന് ഇതുപോലെ പെറുക്കി അടുക്കി കൊടുക്കണം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന റെസിപ്പിയാണ് ചിക്കൻ ഹനീത്ത്. ഒരു ഹാഫ് ആൻ അവറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. അപ്പോൾ ഗസ്റ്റിനെയൊക്കെ ഒന്ന് ഞെട്ടിച്ചോളൂ. അപ്പോൾ ട്രൈ ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ? ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നി കോമ്പിനേഷനാണ്. ബട്ട് എനിക്കിതിങ്ങനെ റോ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്കിളും എടുക്കാമേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്